ഗുഡ് മോർണിംഗ്. നമ്മൾ തമ്മിൽ കണ്ടില്ലായിരുന്നല്ലേ കഴിഞ്ഞ ദിവസം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പാഠഭാഗമൊക്കെ നന്നായിട്ട് മനസ്സിലായോ? വീട്ടിൽ നിന്നിരുന്ന് നല്ലോണം അത് വായിച്ച് എഴുതിയൊക്കെ പഠിച്ചോ? വായിക്കാനും എഴുതാനും ഒക്കെ അറിയാമല്ലോ. നിങ്ങൾ മിടുക്കരാണെന്ന് എനിക്കറിയാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടവരൊക്കെ തന്നെ അല്ലേ? നമ്മള് പഠിച്ച ഭാഗം ഏതായിരുന്നു? ഏത് പാഠഭാഗം നമ്മൾ പഠിച്ചത്? പ്രഭാതഗീതം. പ്രഭാതഗീതം എഴുതിയത് ആരായിരുന്നു? വള്ളത്തോൾ നാരായണമേനോൻ. ആരാണ്? വള്ളത്തോൾ നാരായണമേനോൻ. അപ്പം വള്ളത്തോൾ നാരായണമേനോൻ ആരായിരുന്നു എന്നും അദ്ദേഹം ഏത് കവിത്രയത്തിലാണ് പെടുന്നത് എന്നും അദ്ദേഹത്തിന്റെ മഹാകാവ്യം ഏത് എന്നും ഒക്കെയുള്ള വിശദമായ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായല്ലോ അല്ലേ? ഓൺലൈൻ വിദ്യാഭ്യാസം എങ്ങനെയുണ്ട്? പഠിപ്പിച്ചിട്ടെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതാണോ നല്ലത്? വീട്ടിലിരുന്ന് തന്നെ പഠിക്കാമല്ലോ അല്ലേ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പിന്നെ എഴുതിക്കാം. കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ ബാക്കി നമുക്ക് ഇനിയും പഠിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പഠനത്തിനായി വന്നിരിക്കുമ്പോൾ പുസ്തകവും ബുക്കും പേനയും ഒക്കെ വേണം. പക്ഷെ അതിനോടൊപ്പം എന്തു വേണം? ശ്രദ്ധ വേണം കേട്ടോ. ശ്രദ്ധയെ കൂടെ കൂട്ടിക്കൂ. ശ്രദ്ധ കൂടെ ഉണ്ടെങ്കിലേ പഠനം നന്നാവുകയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കേൾക്കുകയും എഴുതുകയും എഴുതിയെടുത്ത കാര്യങ്ങൾ വീട്ടിലിരുന്ന് ഒന്നുകൂടി വായിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ പഠിച്ചത് പ്രഭാതഗീതം എന്ന കവിതയിലെ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രമാണ് അല്ലേ? അതായത് എത്ര വരെയാണ് നമ്മൾ പഠിച്ചത്? വെൺകുളിർ നീരാൽ തളിച്ചു പുരോഭുവി കുങ്കുമലേപവും ആചരിച്ചാൾ. അത്രയും ഭാഗം ശരിക്കും പഠിച്ചില്ലേ? അത്രയും ഭാഗത്ത് സംശയമൊന്നുമില്ലല്ലോ? സംശയമില്ല അല്ലേ? എങ്കിൽ നമുക്ക് ബാക്കി പഠിക്കാം. ബാക്കി പഠിക്കാം. നോക്കിക്കോളൂ. ആ വേലക്കാരിതൻ നിശ്വാസം പോലവേ പൂവിൻ മണവുമായി വീശി തെന്നൽ. ബ്രഹ്മാണ്ഡഹർമ്മ്യത്തിൻ മേൽത്തട്ടും കീഴ്ത്തട്ടും നിർമ്മലമായി വിളങ്ങി മേന്മേൽ. ആ വേലക്കാരിതൻ നിശ്വാസം പോലവേ പൂവിൻ മണവുമായി വീശി തെന്നൽ. ഞാൻ പറഞ്ഞായിരുന്നു പ്രഭാതത്തിൽ അല്ലേ, മഞ്ഞുതുള്ളി വീണ് പൂക്കളും ഇലകളും ഒക്കെ വളരെ സുന്ദരമായിരിക്കുന്ന ആ സന്ദർഭത്തിൽ വേലക്കാരിയുടെ നിശ്വാസം പോലെ ഒരു ഇളം കാറ്റ്, തെന്നൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇളം കാറ്റ്, മന്ദമാരുതൻ. മാരുതൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ്, തെന്നലും കാറ്റാണ്, ഇളം കാറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വേലക്കാരിയുടെ പ്രഭാത കന്യകയുടെ നിശ്വാസം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മളുടെ ശ്വാസം നമ്മളുടെ കയ്യിലോ മറ്റോ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് ഒരു സുഖമുള്ള തണുത്ത കാറ്റ് പോലെയാണ് അത് അനുഭവപ്പെടുന്നത് അല്ലേ? അതുപോലെയാണ് പ്രഭാതത്തിലെ ഇളം കാറ്റ് നമുക്ക് അനുഭവപ്പെടുന്നത്. ആ പ്രഭാതത്തിലെ ഇളം കാറ്റിന് എന്തിൻ്റെ മണമുണ്ടാവും? പൂവിൻ്റെ മണമുണ്ടാവും. പൂവിൻ മണവുമായി വീശി തെന്നൽ. ആ സുഖമുള്ള കാറ്റ്, ആ പൂവിൻ്റെ മണമുള്ള കാറ്റ് വേലക്കാരിയുടെ നിശ്വാസം പോലെ. നിശ്വാസം എന്താ? പുറത്തേക്ക് വമിക്കുന്ന ശ്വാസം തന്നെയാണ് കേട്ടോ. ശ്വാസം നമ്മൾ ദീർഘനിശ്വാസം വിടുക എന്നൊക്കെ പറയുന്നത് നമ്മൾ പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ അത് ശരീരത്ത് വന്ന് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ, ആ അവസ്ഥ പോലെ അല്ലെങ്കിൽ സുഖമുള്ള ഇളം കാറ്റ് നമ്മെ വീശി നമ്മെ മുട്ടി കടന്നു പോകും. അപ്പോൾ ആ കാറ്റിന് എന്തിൻ്റെ സുഗന്ധമാണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തിൻ മണമാണ്? പൂവിൻ്റെ മണം. പൂവ് എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ പര്യായങ്ങൾ അറിയാമല്ലോ. എന്തൊക്കെയാ പൂവിൻ്റെ പര്യായങ്ങൾ? സുമം,
കുസുമം. ഇത് രണ്ടും അറിയാമല്ലേ? സുമം കുസുമം. അതിൻ്റെ കൂടെ വേണേൽ ഒരെണ്ണവും കൂടി എഴുതിക്കോളൂ, സൂനം. സുമം കുസുമം സൂനം. ഇതെല്ലാം പൂവിൻ്റെ പര്യായമാണേ. കാറ്റിൻ്റെ പര്യായമോ തെന്നൽ മാരുതൻ അല്ലേ? തെന്നൽ മാരുതൻ. ഇതെല്ലാം അനിലൻ, അതും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? തെന്നൽ മാരുതൻ അനിലൻ ഒക്കെ കാറ്റാണ് കേട്ടോ. അനിലൻ എഴുതുമ്പോൾ അനിലൻ തന്നെ ആയിരിക്കണേ. അനലൻ എഴുതിയാൽ മാറി. അനലൻ എഴുതിയാൽ എന്താവും? അതോടൻ അഗ്നിയായി പോവും കേട്ടോ. അപ്പോൾ അനിലൻ, അതാണ് കാറ്റ്. ബാക്കി എന്നാ പറയട്ടെ. ആരാ ഇവിടുത്തെ വേലക്കാരി? നമ്മൾ 2-3 ഹോംവർക്ക് തന്നിരുന്നു കഴിഞ്ഞ ദിവസം അല്ലേ? ഉഷസ് എങ്ങനെയാണ് വന്നത്? ഉഷസ് എങ്ങനെയാണ് വന്നത്? ചിക്കൻ ഉണർന്നെഴുന്നേറ്റ് അല്ലേ? പിന്നെ ഉഷസ് എന്തൊക്കെയാണ് ചെയ്തത്? ആൻസർ കണ്ടുപിടിച്ചായിരുന്നോ? ഉഷസ് എന്തൊക്കെയാണ് ചെയ്തത്? പ്രഭാതത്തിൽ വന്ന് മുറ്റത്ത് കിടന്ന പൂക്കളാകുന്ന നക്ഷത്രങ്ങളെയും മാറ്റി കസ്തൂരിച്ചാറ് പുരണ്ട വാർതിങ്കൾ താലത്തെയും എടുത്തു മാറ്റി മുറ്റമൊക്കെ വെള്ളം തെളിക്കുകയും ഒക്കെയാണ് ചെയ്തത് അല്ലേ? അപ്പോൾ എന്താണ് ഉഷസ് ദൂരേക്ക് മാറ്റിയതെന്ന് ചോദിച്ചാൽ എന്താ ദൂരേക്ക് എടുത്ത് മാറ്റിയത്? അഴുക്ക് പുരണ്ട വെള്ളിക്കിണ്ണം പോലെ കസ്തൂരിച്ചാറ് പുരണ്ട വാർതിങ്കൾ താലം ചന്ദ്രബിംബത്തെയാണ് എടുത്തു മാറ്റിയത് അല്ലേ? തെന്നലെങ്ങനെയാ വീശിയത്? വേലക്കാരിതൻ നിശ്വാസം പോലവേ പൂവിൻ മണവുമായി വീശി തെന്നൽ. അപ്പോൾ ഇത്രയും കഴിഞ്ഞ ദിവസം ഞാൻ ഹോംവർക്കിന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ആൻസർ എല്ലാം മനസ്സിലായായിരുന്നല്ലോ. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് നോക്കിയേ, ബ്രഹ്മാണ്ഡം. ബ്രഹ്മാണ്ഡം എഴുതുന്ന കണ്ടോ? ബ്രഹ്മാണ്ഡം. അതിൽ ഹായും മായും കൂടിയാ കേട്ടോ. ബ്രഹ്മാണ്ഡം. ബ്രഹ്മാണ്ഡം എന്ന് എഴുതിയാലും ഹ ഉച്ചരിക്കരുത്. ഖായുടെ ഉച്ചാരണം പുറത്ത് കേൾക്കാതെ. ബ്രഹ്മാണ്ഡ ഹർമ്മ്യം. ബ്രഹ്മാണ്ഡമാകുന്ന ഹർമ്മ്യം. ഹർമ്മ്യം എന്ന് പറഞ്ഞാൽ മാളിക. ഹർമ്മ്യം എന്ന് പറഞ്ഞാൽ മാളിക. പ്രാസാദം എന്നൊരു പര്യായവും കൂടിയുണ്ട് കേട്ടോ. മാളികയ്ക്ക് മാളിക, ഹർമ്മ്യം, പ്രാസാദം. പ്രസാദമല്ല, പ്രാസാദം. അപ്പോൾ ബ്രഹ്മാണ്ഡ ഹർമ്മ്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ഡമാകുന്ന ഹർമ്മ്യം. അപ്പോൾ ഈ ബ്രഹ്മാണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മാണ്ഡം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാണല്ലേ? അതായത് സൂര്യൻ്റെ വെളിച്ചത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ലോകങ്ങൾ സമസ്തവും കൂടിയ ഗോളം അല്ലേ? സൂര്യൻ്റെ വെളിച്ചത്തിൽ ഉൾപ്പെടുന്ന ലോകങ്ങൾ സമസ്തവും, എല്ലാ ലോകങ്ങളും കൂടി ചേർന്ന ഗോളത്തെയാണ് ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ ലോകങ്ങൾ 14 ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതിൽ ഭൂമിയും സ്വർഗവും പാതാളവും എല്ലാം വരും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നതാണ് ബ്രഹ്മാണ്ഡം. ഈശ്വരൻ്റെ സൃഷ്ടി, സൂര്യൻ്റെ വെളിച്ചത്തിൽ പരിധിയിലുള്ള എല്ലാമാണത്. അപ്പം അങ്ങനെയുള്ള ഈ ബ്രഹ്മാണ്ഡഹർമ്മ്യം, ബ്രഹ്മാണ്ഡമാകുന്ന മാളികയുടെ മേൽത്തട്ടും കീഴ്ത്തട്ടും. മേൽത്തട്ടെന്ന് പറഞ്ഞാൽ ആകാശം, കീഴ്ത്തട്ടെന്ന് പറഞ്ഞാൽ ഭൂമി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മാണ്ഡഹർമ്മ്യത്തിൻ, ബ്രഹ്മാണ്ഡമാകുന്ന ഹർമ്മ്യം എന്നാണ് അതിനെ വിഗ്രഹിക്കേണ്ടത്. ബ്രഹ്മാണ്ഡമാകുന്ന ഹർമ്മ്യം. ഹർമ്മ്യം എന്ന് പറഞ്ഞാൽ മാളിക. അപ്പോൾ ബ്രഹ്മാണ്ഡമാകുന്ന ഹർമ്മ്യത്തിൻ്റെ മേൽത്തട്ടും കീഴ്ത്തട്ടും. മേൽത്തട്ടെന്ന് പറയുമ്പോൾ ആകാശം, കീഴ്ത്തട്ടെന്ന് പറഞ്ഞാൽ ഭൂമി. ഇവയെല്ലാം നിർമ്മലമായി വിളങ്ങി മേന്മേൽ. നിർമ്മലമായി, നിർമ്മലം പരിശുദ്ധം കേട്ടോ. നിർമ്മലം പരിശുദ്ധം, വളരെ ശുദ്ധിയായി വിളങ്ങി മേന്മേൽ. എപ്പോഴും വളരെ പരിശുദ്ധമായി വിളങ്ങുകയാണ്. അപ്പോൾ അത്രയും നോക്കാം. ആ വേലക്കാരിതൻ നിശ്വാസം പോലവേ പൂവിൻ മണവുമായി വീശി തെന്നൽ. അത് പറഞ്ഞു, അത് മനസ്സിലായല്ലോ.
പൂവിൻ്റെ മണവുമായി ഇളങ്കാറ്റ് പ്രഭാതത്തിൽ തന്നെ നമ്മെ മുട്ടിയുരുമ്മി കടന്നു പോകും. ഇനി ബ്രഹ്മാണ്ഡഹർമ്മ്യത്തിൻ മേൽത്തട്ടും കീഴ്ത്തട്ടും നിർമ്മലമായി വിളങ്ങി മേന്മേൽ. ബ്രഹ്മാണ്ഡമാകുന്ന, ബ്രഹ്മാണ്ഡം എന്ന് പറഞ്ഞാൽ പറഞ്ഞു അല്ലേ, സൂര്യൻ്റെ വെളിച്ചത്തിൽ കീഴിലുള്ള സമസ്തവും 14 ലോകങ്ങളും അതിൽ വരും കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടിച്ചേർന്നതാണ് ബ്രഹ്മാണ്ഡം. ആ ബ്രഹ്മാണ്ഡത്തെ ഒരു വലിയ ഹർമ്മ്യമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ ഹർമ്മ്യത്തിൻ്റെ മേൽത്തട്ടും കീഴ്ത്തട്ടും, അതായത് മുകൾ വശം ആകാശം, താഴെ ഭൂമി, അങ്ങനെയുള്ള എല്ലായിടവും പരിശുദ്ധമായി എല്ലാ ദിവസവും ഒന്നിനൊന്ന് മെച്ചമെന്നതുപോലെ നിർമ്മലമായി പരിശുദ്ധമായി ശോഭിക്കും. അല്ലാതെ കുറേ ദിവസമായല്ലോ ഇനി അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് ഈശ്വരൻ വിചാരിക്കുന്നില്ല കേട്ടോ. എന്നെഴുന്നേറ്റ് നോക്കിയാലും പുതുപുത്തൻ. പ്രകൃതിയിലേക്ക് രാവിലെ നോക്കിയാൽ എന്നും പുതുമ. ഇതാർക്ക് സാധിക്കും? മനുഷ്യരാൽ സാധിക്കുമോ? ഇല്ല. മനുഷ്യൻ എത്ര ശ്രമിച്ചാലും പ്രകൃതിയെ ഇതുപോലെ പുതുക്കി വയ്ക്കാൻ പറ്റില്ല. അപ്പം മനുഷ്യൻ്റെ പരിശ്രമത്തോടൊപ്പം ഈശ്വരൻ്റെ അനുഗ്രഹം, അല്ലെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹത്തോടൊപ്പം മനുഷ്യൻ്റെ പ്രയത്നവും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ പ്രകൃതി പരിശുദ്ധയായി നിലകൊള്ളും. പ്രകൃതിയുടെ സംരക്ഷണത്തെക്കുറിച്ചും പ്രകൃതി മലിനമാകുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. പ്രകൃതി ഇപ്പോൾ മലിനമായ പ്രകൃതിയുടെ അവസ്ഥ എങ്ങനെയാണ്? പ്രകൃതി വളരെ പരിശുദ്ധമായൊക്കെയാണോ ഇരിക്കുന്നത്? പ്രകൃതിയെ ഈശ്വരൻ പരിപാലിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യനതിനെ, ഈശ്വരൻ്റെ പരിപാലനത്തെ നിഷേധിച്ചുകൊണ്ട് പലപ്പോഴും പ്രകൃതിയെ മോശപ്പെടുത്താൻ, പ്രകൃതിയെ മലിനമാക്കാനുള്ള ശ്രമമുണ്ട്. പക്ഷേ ഒരുപാട് ശ്രമങ്ങൾ അതിനെതിരെ ഉയരുന്നുണ്ട്. അങ്ങനെ പ്രകൃതിയെ സംരക്ഷിച്ചു നിർത്തേണ്ടതിൻ്റെ ആവശ്യകത നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, അറിയുന്നുണ്ട് അല്ലേ. ജൂൺ 5 ഏത് ദിനമായിട്ട് നമ്മൾ ആചരിക്കാറുണ്ട്? ഏത് ദിനമായിട്ട് ആചരിക്കുന്നത്? പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നുമുണ്ട്. അപ്പോൾ ഭൂമിയെ നമ്മുടെ അമ്മയായിട്ട് കരുതി അമ്മയെ സംരക്ഷിക്കുന്നത് പോലെ ഭൂമിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കുകയും പരമാവധി ഭൂമിയെ സംരക്ഷിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. വൃക്ഷങ്ങളാണ് ഭൂമിയുടെ ജീവൻ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ വൃക്ഷത്തൈ നട്ടും പ്രകൃതിയെ എല്ലാ തരത്തിലും സംരക്ഷിച്ചും നമ്മൾ ഭൂമിക്കൊരു കുടയായി നിലകൊള്ളുവാൻ ശ്രമിക്കണം. അതിനുള്ള ശ്രമങ്ങളൊക്കെ ഓരോ കുട്ടികളുടെയും ഭാഗത്തു നിന്ന് ഓരോരുത്തരും ചെയ്യുമ്പോൾ, ഒരു വൃക്ഷം നട്ടാൽ അല്ലെങ്കിൽ ഒരു വൃക്ഷം വെട്ടിയാൽ ആ സ്ഥാനത്ത് ഒന്ന് നട്ടിരിക്കണം. 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം എന്നാണ് പറയുന്നത്. അത്രമേൽ നമ്മുടെ ഭൂമിയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ വൃക്ഷങ്ങൾക്ക് പങ്കുണ്ട്. അപ്പം വൃക്ഷങ്ങളെയൊക്കെ നശിപ്പിക്കാതെ ഈശ്വരൻ തന്ന അനുഗ്രഹത്തെ തുടർന്ന് അനുഭവിക്കാൻ പ്രാപ്തി നേടിയെടുക്കേണ്ടത് നമ്മുടെ തന്നെ കർത്തവ്യമാണ് കേട്ടോ. അപ്പം നമുക്കും ഒരുപാടൊക്കെ ചെയ്യാനുണ്ട്. ഈശ്വരൻ ഒരുപാട് നൽകുന്നു, നമ്മളതിനെ നിലനിർത്തിക്കൊണ്ട് പോകണം. ഈശ്വരൻ ഇങ്ങനെ എന്നും ആകാശവും ഭൂമിയെല്ലാം നല്ല പരിശുദ്ധമായി എന്നും പുതുമ നൽകുന്നു. മനുഷ്യൻ അതിൻ്റെ കടയ്ക്കൽ കത്തിവെക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്താറുണ്ട്. എന്നാൽ പ്രകൃതി സ്നേഹികളായ ആളുകൾ ഇപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്, വിജയം കൈവരിക്കുന്നും ഉണ്ട്. ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ബ്രഹ്മാണ്ഡഹർമ്മ്യത്തിൻ മേൽത്തട്ടും കീഴ്ത്തട്ടും നിർമ്മലമായി വിളങ്ങി മേന്മേൽ. ദിവസവും എല്ലായ്പ്പോഴും പരിശുദ്ധമായി, ഇന്നത്തേതിനേക്കാൾ മനോഹരം നാളെ എന്ന് തോന്നുന്ന രീതിയിലാണ് നമുക്ക് മുന്നിൽ കാണപ്പെടുന്നത്. ഇപ്പടി 100,000 ഹർമ്മ്യങ്ങൾ എപ്പോഴും പുത്തനായി വെച്ചു പോറ്റി, ഒപ്പം അതുകളിലൊക്കെ വിളയാടും ആ പരാശക്തിക്ക് കൂപ്പുക നാം. ഇപ്പടി 100,000 ഹർമ്മ്യങ്ങൾ എപ്പോഴും പുത്തനായി വെച്ചു പോറ്റി, ഒപ്പം അതുകളിലൊക്കെ വിളയാടും ആ പരാശക്തിക്ക് കൂപ്പുക നാം. അപ്പോൾ നമ്മൾ കാണുന്ന ഈ
ഉലകം നമ്മളുടെ കാഴ്ചപ്പാടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ നാം കാണുന്ന കാഴ്ചകൾ മാത്രമല്ലല്ലോ ലോകം എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ. അതുപോലെ എത്രയെത്ര ഹർമ്മ്യങ്ങൾ അല്ലേ. ഹർമ്മ്യം എന്ന് പറഞ്ഞാൽ മാളിക. ഈ ലോകം തന്നെ ഓരോ മാളികകളായിട്ട് കണക്കാക്കിയാൽ പോലും 14 ലോകങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ലോകങ്ങളെ എല്ലാം, പ്രപഞ്ചത്തിലുള്ള സർവ്വതിനെയും, അതാണ് ഇപ്പടി 100,000 ഹർമ്മ്യങ്ങൾ, 100,000 ഹർമ്മ്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടത്തിലുള്ള സകലതും എല്ലാം എപ്പോഴും പുത്തനായി വെച്ചു പോറ്റി, എപ്പോഴും പുതുമ നിലനിർത്തി പരിശുദ്ധമായി വെച്ച് പോറ്റുക എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക എന്നാണ് കേട്ടോ. എപ്പോഴും പുതുതായി സംരക്ഷിച്ചിട്ട് ഒപ്പം അതുകളിലൊക്കെ വിളയാട്, എല്ലാം നല്ലതായി സംരക്ഷിക്കുകയും അതിലെല്ലാം എല്ലായ്പ്പോഴും നിലകൊള്ളുകയും ചെയ്യുന്നു. ആര്? ഈശ്വരൻ, ആ പരാശക്തി. പരാശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാറ്റിനും മുകളിലുള്ള ഒരു ശക്തി. ആ ശക്തിയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? ഈശ്വരൻ അല്ലേ. ഒപ്പം അതുകൾ, അതായത് എല്ലാം പുതുമയോടെ കാത്തു സൂക്ഷിക്കുക, എല്ലാറ്റിലും എല്ലായ്പ്പോഴും നിലകൊള്ളുക, എല്ലാം പുതുമയായി കാത്തു സൂക്ഷിച്ചിട്ട് അതിനെ ഉപേക്ഷിച്ചെങ്ങും പോകുന്നില്ല ദൈവം കേട്ടോ. ഈശ്വരൻ എവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തൂണിലുമുണ്ട്, തുരുമ്പിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സർവചരാചരങ്ങളിലും ഈശ്വരൻ എല്ലായ്പ്പോഴും നിലകൊള്ളുന്നുണ്ട്. ഈശ്വരൻ ഇല്ലാത്തതായി ഒരിടവും ഇല്ല. നാം ഒന്നിനെയും നിന്നയോടെ ചവിട്ടുകയോ തൊഴിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത് അല്ലേ. നമ്മളുടെ ആർഷ സംസ്കാരം അനുസരിച്ച് നമ്മളുടെ കൂടെയുള്ള ആരെങ്കിലുമോ മറ്റൊരു വ്യക്തിയെയോ ചവിട്ടുമോ? ഇല്ലല്ലോ. തൊഴിക്കുമോ? ഇല്ല. അതൊന്നും ശരിയായ കാര്യമല്ല. അതിൻ്റെയൊക്കെ ആന്തരികമായ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഈശ്വരൻ എല്ലാവരിലും എല്ലായ്പ്പോഴും കുടികൊള്ളുന്നു. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ ചവിട്ടുക, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ജീവനുള്ള എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക. അതിനെ നമുക്ക് ചവിട്ടി അപ്പുറം കടന്നു പോകാൻ ഒരു മടി വരുന്നുണ്ട്. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിർഗുണൻ പരമാത്മാവ് ദേഹം വ്യാപിച്ചു നിൽപ്പതാം ജ്ഞാനവിജ്ഞേയനവനെ നിന്നയായി ചാടുകില്ലമേ എന്നൊരു ദർശനം, ഭാരതീയ ദർശനമുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ പരമാത്മാവ് ഈശ്വരൻ എല്ലാവരിലും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ നാം ഒരാളെ ചവിട്ടുക, നിന്ദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നിന്ദിക്കുന്ന ആരെയാണ്? ഈശ്വരനെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് തന്നെയാണ് ഈ പറഞ്ഞത്. ഈശ്വരൻ സർവവ്യാപിയാണ്. അങ്ങനെയുള്ള ആ ഈശ്വരനെ, അതായത് ഇവിടെ പറഞ്ഞല്ലോ 100,000 ഹർമ്മ്യങ്ങൾ എപ്പോഴും പുത്തനായി വെച്ചു പോറ്റി വെച്ച് സംരക്ഷിച്ചിട്ട് എന്ത് ചെയ്യും? ഒപ്പം അതുകളിലൊക്കെ വിളയാടും, എല്ലാറ്റിനോടൊപ്പവും ഈ ശക്തി നിലകൊള്ളും, അതിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള ആ പരാശക്തി, എല്ലാറ്റിനും മുകളിലുള്ള ഒരു ശക്തി, ആ ശക്തിയാണ് നാം ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരനെ നമ്മൾ 2 കൈയും കൊണ്ട് അല്ലെങ്കിൽ 2 കൈയും എടുത്ത് കൂപ്പുക, നമസ്കരിക്കുക, പ്രാർത്ഥിക്കുക, ആ ഈശ്വരനെ സ്തുതിക്കുക എന്നാണ് കവി പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി നോക്കിക്കോളൂ. ഇപ്പടി 100,000 ഹർമ്മ്യങ്ങൾ എപ്പോഴും പുത്തനായി വെച്ചു പോറ്റി ഒപ്പം അതുകളിലൊക്കെ വിളയാടും ആ പരാശക്തിക്ക് കൂപ്പുക നാം. അതായത് ഇപ്പടി എപ്പടിയാ? ബ്രഹ്മാണ്ട ഹർമ്മ്യത്തിൻ മേൽത്തട്ടും കീഴ്ത്തട്ടും
നിർമ്മലമായി വിളങ്ങി മേന്മേൽ. ബ്രഹ്മാണ്ടമാകുന്ന ഹർമ്മ്യത്തിൻ്റെ മേൽത്തട്ടും കീഴ്ത്തട്ടും പരിശുദ്ധമായി ദിവസവും ശോഭിച്ച് അതിനെ സംരക്ഷിച്ച് അതിനുള്ളിലുള്ള എല്ലാ ഹർമ്മ്യങ്ങളെയും 100 ഇപ്പടി ഇതുപോലെ 100,000 ഹർമ്മ്യങ്ങൾ എപ്പോഴും പുത്തനായി വെച്ചു പോറ്റി, എപ്പോഴും പുതിയതായി വെച്ച് സംരക്ഷിച്ചിട്ട് ഒപ്പം അതുകളിൽ അവയോടൊപ്പം എല്ലായ്പ്പോഴും വിളയാടുന്ന എന്ന് പറഞ്ഞാൽ, വിളയാടുക എന്ന് പറഞ്ഞാൽ കളിച്ച് നടക്കുക എന്നൊക്കെ പറയും. ഇവിടെ ഈശ്വരൻ്റെ ശക്തി എല്ലാറ്റിലും എല്ലായ്പ്പോഴും ഉണ്ട് എന്ന്. ആ പരാശക്തിക്ക് നാം കൂപ്പുകൈ അർപ്പിക്കുക, നാം ആ പരാശക്തിയെ സ്തുതിക്കുക. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയുള്ള പരാശക്തിയാണ്? പ്രപഞ്ചത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിച്ച് ആ ബ്രഹ്മാണ്ടത്തിനുള്ളിലുള്ള സകല ലോകങ്ങളെയും പുത്തനായി വെച്ച് സംരക്ഷിച്ച് അവയോടൊപ്പം എല്ലായ്പ്പോഴും നിലകൊള്ളുന്ന ഈശ്വരൻ, സർവവ്യാപിയായ ഈശ്വരൻ, നമ്മൾ നോക്കുന്നിടത്തെല്ലാമുള്ള ഈശ്വരൻ. അങ്ങനെയുള്ള ആ ഈശ്വരനെ നാം സ്തുതിക്കുക എന്നാണ് കവി പറയുന്നത്. മനസ്സിലായല്ലോ? ഇപ്പടി 100,000 ഹർമ്മ്യങ്ങൾ എപ്പോഴും പുത്തനായി വെച്ചു പോറ്റി ഒപ്പം അതുകളിലൊക്കെ വിളയാടും ആ പരാശക്തിക്ക് കൂപ്പുക നാം. അപ്പോൾ പ്രഭാതഗീതം എന്ന കവിത മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായല്ലോ? എങ്ങനെയുള്ള പ്രഭാതമാണ്? പ്രഭാതം വളരെ ഭംഗിയുള്ള പ്രഭാതമായിരുന്നല്ലേ? പ്രഭാതത്തെ ഇങ്ങനെ മനോഹരിയാക്കി നിർത്തിയത് ആരായിരുന്നു? ആദ്യം തന്നെ പ്രഭാതത്തിൽ നമ്മളുടെ ഈ പ്രകൃതിയിൽ ഐശ്വര്യം കൊണ്ടുവന്ന് ആകാശമാകുന്ന മുറ്റത്തെ അടിച്ചു വാരി വൃത്തിയാക്കാൻ വരുന്ന ഒരു പ്രഭാത കന്യകയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി ആ പ്രഭാത കന്യകയുടെ കയ്യിലിരിക്കുന്ന കൈവിളക്ക്, കയ്യിൽ കൊണ്ടു നടക്കുന്ന വിളക്ക്, അല്ലെങ്കിൽ കയ്യിൽ പിടിക്കുന്ന വിളക്ക്, ആ വിളക്ക് എന്താണെന്ന് പറയുന്നു? ശുക്രനക്ഷത്രമാണ് എന്ന് പറയുന്നു. 7:30 വെളുപ്പിന് ഉദിക്കുന്ന ആ നക്ഷത്രം, അത് പ്രഭാതകന്യകയ്ക്ക് വെളിച്ചം കാണുവാൻ കയ്യിൽ കൊണ്ടു നടക്കുന്ന വിളക്കാണ് എന്ന് പറയുന്നു. ആ ശുക്രനക്ഷത്രവും കയ്യിലേന്തിയാണ് പ്രഭാതകന്യക വരുന്നത്. അപ്പോൾ പ്രഭാതകന്യക വരുമ്പോൾ അവളുടെ കയ്യിലെ വളകൾ കിലുങ്ങും. ആ വളകളുടെ കിലുക്കം ഭൂമിയിൽ എന്തായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്? ഒന്ന് പറഞ്ഞേ, എന്തായിട്ടാണ് അനുഭവപ്പെടുന്നത്? ഭൂമിയിൽ പക്ഷികളെല്ലാം കൂടി കലപിലാന്ന് ചിലയ്ക്കുന്ന കേൾക്കത്തില്ലേ? പലതരം പക്ഷികൾ, നാനാ വിഹംഗമനാദം, പലതരത്തിലുള്ള പക്ഷികളുടെ ചിലയ്ക്കൽ നാം കേൾക്കുന്നു. ആ ചിലയ്ക്കൽ, ആ ശബ്ദം എന്ന് പറയുന്നത് പ്രഭാതകന്യകയുടെ കൈവളകൾ കിലുങ്ങുന്നതാണ് എന്ന് നാം പഠിച്ചു കഴിഞ്ഞതാണ്. ഞാനൊന്ന് ഓർമ്മിക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെയോ അവൾ വന്നിട്ട് എന്താ ചെയ്തത്? ഇന്നലെ രാവ് ഉപയോഗിച്ച പൂക്കളാകുന്ന താരങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. തലേ ദിവസം രാത്രി ഉപയോഗിച്ച പൂക്കളാകുന്ന നക്ഷത്രങ്ങളൊക്കെ അടിച്ചു വാരിയിട്ട് പിന്നെ എന്നാ ചെയ്യും? പിന്നെ എന്താ ചെയ്തത്? കസ്തൂരിച്ചാറ് പുരണ്ട ഒരു വലിയ പാത്രം അവിടെ ഇരുന്നു. ഏതാണ് ആ പാത്രം? ചന്ദ്രബിംബം. ആ ചന്ദ്രബിംബമാകുന്ന പാത്രവും എടുത്തു മാറ്റി വെള്ളം കുടഞ്ഞ് മുറ്റം, ആകാശമാകുന്ന മുറ്റം വൃത്തിയാക്കി. കിഴക്കെന്ത് ചെയ്യും? കിഴക്കെന്താ ചെയ്യുന്നേ? കിഴക്ക് കുങ്കുമം പൂശും. കിഴക്കേ ചക്രവാളത്തെ ചുവപ്പിക്കും. അതായത് സൂര്യൻ ഉദിക്കുന്ന സമയമാകുമ്പോൾ കിഴക്കേ ചക്രവാളത്തിൽ കാണുന്ന ആ ചുവപ്പുണ്ടല്ലോ, ആ ചുവപ്പ്, ഇതൊക്കെ ചെയ്തു കഴിയും. അപ്പോഴേക്കും നമുക്ക് താഴെ എന്തനുഭവപ്പെടും? എന്താ അനുഭവപ്പെടുന്നേ? ഈ മുറ്റം തെളിക്കുമ്പോൾ ആ വെള്ളം നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ താഴെ മഞ്ഞുതുള്ളി പോലെ താഴേക്ക് വീഴുന്നു. പൂക്കളിലൊക്കെ തുള്ളി തുള്ളിയായി ഇരിക്കുന്ന ആ വെള്ളമുണ്ടല്ലോ, ആ മഞ്ഞുതുള്ളി,
അത് അല്ലെങ്കിൽ നമ്മളുടെ ദേഹത്തും ഒക്കെ വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തുള്ളികൾ വന്നു വീഴും. അത് ഈ പ്രഭാതകന്യക തളിക്കുന്ന ആകാശമാകുന്ന മുറ്റം വൃത്തിയാക്കാൻ വേണ്ടി തളിക്കുന്ന എന്താണ് ശുദ്ധമായ വെള്ളം ആണ്. പിന്നെ ആ പ്രഭാതത്തെ നമ്മളെ അനുഭവിപ്പിക്കുകയല്ലേ. നല്ല സുഗന്ധമുള്ള കാറ്റ്, പൂവിൻ്റെ മണവുമായി കാറ്റ് നമ്മെ വീശിയടിച്ചെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, മുട്ടി ഉരുമ്മി കടന്നു പോകും. പിന്നെ എന്നാ ചെയ്യും? അപ്പോൾ തന്നെ പ്രകൃതി സുന്ദരിയായില്ലേ, സംശുദ്ധമായി തീർന്നു പ്രകൃതിയല്ലേ. പ്രഭാതം എന്തു മനോഹരിയായി മാറി. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്താണ്? ബ്രഹ്മാണ്ടം ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ഒക്കെ പ്രപഞ്ചത്തിൻ്റെ മേൽത്തട്ടും കീഴ്ത്തട്ടുമൊക്കെ എന്നും ശുദ്ധമായി വെച്ചിട്ട് ആ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ആ എന്താണ് ബ്രഹ്മാണ്ടത്തിലുള്ള സകല ലോകങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കുകയും അതിൽ തന്നെ നിലകൊള്ളുകയും. ഈശ്വരൻ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ ഈശ്വരൻ എല്ലായിടത്തുമുണ്ട് അല്ലേ. എവിടെ നോക്കിയാലും ഈശ്വരനുണ്ട്. സർവവ്യാപിയായി നിലകൊള്ളുകയാണ് എല്ലാറ്റിലും ഈശ്വരൻ്റെ ശക്തി അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഈ പ്രകൃതിയെ എന്നും പുത്തനായി വയ്ക്കാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലായ്പ്പോഴും എല്ലായിടത്തും വിളങ്ങുന്ന ആ ഈശ്വരനെ നാം എന്നും പ്രഭാതത്തിൽ തന്നെ സ്തുതിക്കണം. ഈശ്വരനെ സ്തുതിക്കണം. ഇങ്ങനെയുള്ള ഈ ഈശ്വരനെ സ്തുതിക്കുന്നതിനെക്കുറിച്ചാണ് പ്രഭാതഗീതം എന്ന കവിതയിൽ കവി പറഞ്ഞിരിക്കുന്നത്. പ്രഭാതഗീതം എഴുതിയത് ആരായിരുന്നു? വള്ളത്തോൾ നാരായണമേനോൻ. വള്ളത്തോൾ നാരായണമേനോൻ്റെ സാഹിത്യമഞ്ജരി എന്ന കൃതിയിലെ 4-ാം ഭാഗത്തു നിന്നും എടുത്ത കവിതയാണ് പ്രഭാതഗീതം. അപ്പോൾ ഈ കവിത ഏകദേശം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ നോട്ട് അതുപോലെ പഠന പ്രവർത്തനങ്ങൾ ഒക്കെ ഉണ്ട്. അത് അടുത്ത ദിവസം വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പ്രകൃതിയെ എത്രമാത്രം മനോഹരിയാക്കിയാണ് ഇങ്ങനെ ഈശ്വരൻ നിലനിർത്തുന്നത് അല്ലേ. ഇത്ര മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്ന എന്തൊക്കെയുണ്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങിയാൽ കാണാൻ എന്തെല്ലാം കാര്യങ്ങളാണല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ പ്രകൃതിയെ എല്ലാ തരത്തിലും നമ്മൾ സ്തുതിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് പാഠഭാഗം നന്നായി വായിക്കുക, തരുന്ന നോട്ടുകൾ നന്നായി വായിച്ച് കഴിവതും കാണാതെ പഠിക്കാൻ തന്നെ ശ്രമിക്കുക. അടുത്ത ദിവസം പഠന പ്രവർത്തനങ്ങൾ പറഞ്ഞു തരാം, ക്വസ്റ്റ്യൻ ആൻസർ തരാം, സംശയമുള്ളത് ഒന്നുകൂടി ദൂരീകരിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടം കൊണ്ട് നിർത്തുകയാണ്. നന്ദി.